ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ സി എച്ചിനിപ്പം മറ്റ് മുസ്ലിം ലീഗ് നേതാക്കന്മാരിൽ എന്താ വ്യത്യാസം അത് കാണണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ പറഞ്ഞാൽ അവിടെ ആർക്കും മനസ്സിലാവില്ല. ഈ മുസ്ലിം ലീഗ് നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഒരു മത പാർട്ടി അല്ല, അതൊരു സമുദായ സംഘടനയാണ്, സമുദായ പാർട്ടിയാണ്. മതമല്ല അതിൻ്റെ വിഷയം, അതിൻ്റെ വിഷയം സമുദായമാണ്. നമുക്ക് മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് അവിടെ പറഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം ആൾക്ക് മാറി മാറി പറയും. അവർ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും എന്നെ മാറി മാറി പറയും. ഇത് തിരിയണ്ടേ ഈ പറയുന്നത് എന്താ? ഞാൻ തെളിവ് പറയാം. ഞാൻ പലപ്പോഴും മുസ്ലിം ലീഗിനെ പറ്റി സി എച്ചിനോട് തർക്കിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും തർക്കിച്ചൊരു കാര്യം ആണ്, സി എച്ചിന് വലിയ കാഴ്ചപ്പാടുള്ളൊരു മനുഷ്യനാണ്. ഈ വികസനം അല്ലെ ജീവകാരുണ്യ പ്രവർത്തനം ഇതൊക്കെ വേണ്ടതാണ്. ഇതൊന്നും അല്ല രാഷ്ട്രീയം, അതിൻ്റെ പല ഘടകങ്ങളിൽ ഒരു ചെറിയ കാര്യം മാത്രം. അത് വികസനം എന്ന് പറയുന്നത് എന്തോ കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യും, വികസനം വികസനം വികസനം. നിങ്ങൾ എന്ത് വികസനം കൊണ്ടുവന്നു? ഇത് എല്ലാ ഏകാധിപതികളും എല്ലാ സർവാധിപതികളും ഹിറ്റ്ലറും മുസോളിനിയും സ്റ്റാലിനും അടക്കമുള്ള എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്. വികസനം കൊണ്ടുവന്നിട്ടില്ലേ സർ സി പി രാമസ്വാമിയർ, തിരുവിതാംകൂറിലെ ഏറ്റവും കുപ്രസിദ്ധനായ ദിവാൻ, പ്രധാനമന്ത്രി. വികസനത്തോടൊരു പ്രശ്നമില്ല, അതിനാരും എതിരില്ല. പക്ഷേ സാമൂഹ്യനീതി അതിനേക്കാൾ പ്രധാനം. ഞാൻ ഉദാഹരണം പറയാം. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ എല്ലാ സൗകര്യം ഉണ്ടല്ലോ, നല്ല ബിൽഡിംഗ് ഉണ്ട്, നല്ല ഗേറ്റ് ഉണ്ട്, എല്ലാം വളരെ ഉഷാറാണ്. അപ്പോൾ വല്ല വികസനവും നല്ല വികസനമുണ്ട്. ഞാൻ അതിൻ്റെ മുന്നിലൂടെ മിക്ക ദിവസവും യാത്ര പോകുന്നിടത്താണ്. പക്ഷെ അവിടെയാണ് ഹർഷിന എന്ന് പറഞ്ഞൊരു വീട്ടമ്മ ഓപ്പറേഷനിൽ കിടന്നപ്പോൾ കത്രിക വയറിനകത്ത് വെച്ച് തുന്നിപ്പോയി. 9ാമത്തെ മാസം കഠിനമായ വേദന വന്നിട്ടാണ് ഈ കാര്യം മനസ്സിലാവുന്നത്. ഇപ്പോഴും അവർക്ക് നീതി കിട്ടിയിട്ടില്ല. പിന്നെ ആ ബിൽഡിംഗ് കൊണ്ട് എന്താ കാര്യം? ആലോചിച്ചാൽ മതി. സാമൂഹ്യ നീതിയാണ് പ്രധാനം. ജീവകാരുണ്യം വേണം. അപ്പോൾ ഈ സാമൂഹ്യ നീതി ഉറപ്പുവരുത്താൻ എന്താണ് വേണ്ടത് എന്നൊരു കാഴ്ചപ്പാടുണ്ടാവണം. അത് ഏറ്റവും അധികം മുസ്ലിം ലീഗിൽ ആലോചിച്ചിരുന്നത് 1 KM സിദി സാഹിബും 2 CH ആണ്. CH അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരു അല്ലെങ്കിൽ പത്രപ്രവർത്തന ഗുരു എന്നൊക്കെ പല ആളുടെ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ കണക്കിന് കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിൻ്റെ വകയിൽ വന്ന പ്രധാനപ്പെട്ട 2 നേതാക്കന്മാർ, വളരെ കാഴ്ചപ്പാടോട് പ്രവർത്തിച്ച ആളുകൾ ഈ 2 പേരാണ്. അത് നോക്കിയാൽ അറിയാം. സി സാഹിബിൻ്റെ പിന്നാലെ എങ്ങനെ വരികയാണ് CH.